എന്താ ശശിയേട്ടാ ഞാൻ ചെയ്യുന്നത്? സ്വീകരിക്കാൻ വേണ്ടി ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. പഴയ കൗൺസിലർ. നമസ്തേ അമ്മ ഇവിടെ നിന്നോട്ടെ. ശരി മെല്ലെ മെല്ലെ പാളയം മാരിയമ്മ രാമചന്ദ്രൻ ആൾക്കാർ പിരിഞ്ഞിട്ട് അവൻ കൊണ്ടുപോകില്ല. മോഹനൻ ശരി ശരി കുമാരി വിജയൻ ഭാര്യ കുമാരി വേണുഗോപാലൻ അനിതാ ലക്ഷ്മൺ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ശശിയേട്ടൻ കഴിഞ്ഞല്ലോ അല്ലേ? ജയ് ജയ് ബിജെപി, ജയ് ജയ് ശോഭാജി. എല്ലാ ഫ്രണ്ടിക്ക് കയറി ബൈക്കിലില്ല. 10 മണി കഴിഞ്ഞാണ്ട് ബൈക്ക് ഉപയോഗിക്കാൻ ഇത്ര അകലെ നിന്നാ ഞാൻ ഇങ്ങനെ സംസാരിക്കും. ഇവിടെ കൂടിയിട്ടുള്ള ഒരു മിനിറ്റ് ഇവിടെ കൂടിയിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാനിപ്പോ ഇവിടെ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓർക്കുന്നത് ബാലഗോകുലത്തിന്റെ ഒരു ക്യാമ്പ് പാലക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാലക്കാട് ബാലഗോകുലത്തിന്റെ ക്യാമ്പ് വെച്ച സമയത്ത് എന്റെ ഓർമ്മ എനിക്ക് 16 വയസ്സാണെന്നാണ്. ആ സമയത്ത് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നപ്പോൾ പങ്കെടുക്കാൻ വന്നിട്ടുള്ള കുറെ ആളുകളെ ഓരോ വീടുകളിലാണ് താമസിപ്പിച്ചത് രാത്രിയിൽ. അന്ന് ആ 16 വയസ്സുള്ളപ്പോൾ ഞാൻ താമസിച്ച വീട് എന്ന് പറയുന്നത് നമ്മുടെ ഈ സുമതിയുടെ അച്ഛന്റെ, അതായത് സുമതിയുടെ വീടാണ്. 16 വയസ്സിലെ ആ അച്ഛൻ എന്നോട് പറഞ്ഞു, കാരണം എങ്ങനെയാ അച്ഛൻ പറഞ്ഞത് എനിക്കിപ്പോൾ അത് ഓർത്തെടുക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷെ അച്ഛൻ പറഞ്ഞു വലിയ ഒരാളായിട്ട് മാറും എന്ന് പറഞ്ഞു. ഇത് വലിയ ഒരാള് എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, എന്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടുള്ളത്, നിങ്ങൾ ഇത്രയും ആളുകൾ അല്ലെ, നിങ്ങൾ അനുജത്തിയായിട്ടോ അല്ലെങ്കിൽ ഇവരൊക്കെ ഇവരുടെ അമ്മയായിട്ടോ എന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ വലിപ്പം എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് താമരക്കുളത്ത് വീണ്ടും വരുന്നു വർഷങ്ങൾക്ക് ശേഷം. 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അതിനുശേഷം ഇപ്പൊ വീണ്ടും വരുന്നു. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAക്ക് നമുക്കൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യമാണ് ആരാധനായിട്ടുള്ള മോദിജി പറഞ്ഞത്, കേവലം ഒരു MLA ജയിപ്പിക്കുക എന്നുള്ളതല്ല, ഈ കേരളത്തിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക. അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ടീം ഒരുമിച്ച് മുന്നേറുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കൊച്ചിയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് 2% ഒരു നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളുടെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറയുകയുണ്ടായി, 2% വോട്ടുള്ള BJPക്ക് ത്രിപുരയിൽ അവിടെ മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ സാധിച്ചുവെങ്കിൽ
20%, 28% വോട്ടുള്ള കേരള BJP എവിടെയോ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളുടെ സഹോദരിയായിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം ചെയ്യാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 15 വർഷം നിങ്ങളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് അമ്പലപ്പറമ്പിൽ സദ്യ നടക്കുമ്പോൾ സാമ്പാർ വിളമ്പി തന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് ഫ്ലെക്സ് ബോർഡ് വെച്ച് ഒരു ഷാഫി പറമ്പിലുണ്ടായിരുന്നു. ആ ഷാഫി പറമ്പിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ 13 കാര്യങ്ങളിൽ ഒരു കാര്യം പോലും പാലക്കാട് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. മോയൻസ് സ്കൂളിലെ കുട്ടികൾക്ക് ഡിജിറ്റലൈസേഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞ കാര്യം വരെ എത്രയോ നിസാരമായിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്ന ആ കാര്യം വരെ നടപ്പിലാക്കിയില്ല. ഒരു സ്റ്റേഡിയം അവിടെ കിടക്കുന്നത് ഭാർഗവീ നിലയം പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വികസനമില്ലാത്ത പാലക്കാട്, ആ പാലക്കാടിൽ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിജി വന്ന് പാലക്കാടിലെ നമ്മളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് നമുക്ക് വലിയ വികസനം ഇവിടെ ഉണ്ടാക്കണം. ഇടതുപക്ഷവും വലതുപക്ഷവും അവര് കേരളം കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് PM സൂചിപ്പിക്കുകയുണ്ടായി. പാലക്കാടിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പാലക്കാടുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് വാരണാസിയിൽ നിന്നാണ്. വാരണാസി എന്ന് പറയുന്നത് കാശി വിശ്വനാഥന്റെ സ്ഥലമാണ്. ആ കാശി വിശ്വനാഥന്റെ കാശിയിൽ പാതി കൽപ്പാത്തി അത് പാലക്കാടാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആ കൽപ്പാത്തിയിലെ മാലിന്യം നിർമ്മാർജ്ജനം നടത്തണം. അവിടെ പുഴയൊഴുകുന്നത് വളരെ വൃത്തിഹീനമായിട്ടാണ്. അവിടുത്തെ ആളുകളുടെ എക്കാലത്തെയും ആവശ്യമാണ് ആ കൽപ്പാത്തി പുഴയെ ശുദ്ധീകരിക്കുക എന്നുള്ളത്. നമുക്കത് ചെയ്യാൻ സാധിക്കും. കേന്ദ്ര ഗവൺമെന്റ് ഒരു മന്ത്രിയെ തന്നു ടൂറിസം വകുപ്പിലും. അതുപോലെ തന്നെ ഇവിടുത്തെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു മന്ത്രിയെ തന്നിട്ട് കേരളത്തിന്റെ വകുപ്പ് മന്ത്രി ഈ നിമിഷം വരെ അദ്ദേഹവുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് ഖേദകരമായി, സങ്കടകരമായി അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ നാടിനെ മാറ്റിമറിക്കാൻ, നമ്മുടെ കുട്ടികൾക്ക് നല്ല സ്കൂളുകളും കോളേജുകളും ഉണ്ടാക്കാൻ, അതിന് ആളുകളോട് വോട്ട് ചോദിച്ച് നമ്മൾ ചെല്ലുമ്പോൾ 2016 കാലാവസ്ഥയല്ല ഈ 2026 കാലാവസ്ഥ. അവർക്ക് മോദിജിയെ കുറിച്ച് അറിയാം, അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് അറിയാം. 17 കൊല്ലവും 18 കൊല്ലവും കാത്തിരുന്നിട്ട് നല്ല ഒരു റോഡ് കിട്ടാൻ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടി വന്നു. ഇവിടെ ഒരു ഫുഡ് പാർക്കിന് തറക്കല്ലിട്ടു, ഒന്നും നടന്നില്ല. ആലപ്പുഴയിൽ ഒരു ഫുഡ് പാർക്കിന് തറക്കല്ലിടുകയല്ലാതെ ഒരു IIT കൊടുത്തു. ഇന്ന് വരെ സ്വന്തമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് കുട്ടികൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പകരം ഇന്നും അത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ്. അപ്പോ ഒരു 3 ദിവസം കൂടുമ്പോൾ രാജ്യവ്യാപകമായി വലിയ വലിയ കുട്ടികൾക്ക് പഠിക്കാനുള്ള സർവകലാശാലകൾ രൂപപ്പെടുമ്പോൾ നമ്മുടെ കേരളത്തിൽ കുട്ടികൾ പഠിക്കാൻ പോകുന്ന കോളേജുകളിൽ, കുട്ടികൾ പഠിക്കാൻ പോകുന്ന സ്കൂളുകളിൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിക്കൊണ്ട് ഒരു വിഭാഗം കുട്ടികൾ മാറുമ്പോൾ അതിനെപ്പോലും ന്യായീകരിക്കുന്ന ന്യായീകരണ തൊഴിലാളികളുള്ള ഒരു സംസ്ഥാനത്താണ്, ഒരു നാട്ടിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കുറച്ച് അഭിനയിക്കാം, വാക്കുകൾ കുറച്ച് പറയാം, 4 വോട്ട് കൂടുതൽ ചോദിക്കാം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അവിടെ കുറച്ച് മുൻപ് ഞാനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് സ്ത്രീ, അതായത് നമ്മുടെ തന്നെ BJPയുടെ ഒരു സഹോദരി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തടസ്സം നിന്നു എന്നാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ നമ്മൾ ഒരു സമരം SP ഓഫീസിന് മുന്നിലേക്ക് നടത്തുകയുണ്ടായി. സമരം നടത്താൻ കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പെൺകുട്ടിയെ ഒരു കൗൺസിലർ പീഡിപ്പിക്കുകയും ആ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് മുറിയിൽ കൊണ്ടുപോയ സമയത്ത് വീഡിയോ കോൾ വിളിച്ച് ആശാൻ ഷാഫി പറമ്പിലിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ആ പെൺകുട്ടി കേരളത്തിന്റെ മുന്നിൽ കരഞ്ഞു പറഞ്ഞിട്ടും ഷാഫി പറമ്പിലിനെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. ഷാഫി പറമ്പിലാണ് ആശാൻ. ഈ ഷാഫി പറമ്പിലിന്റെ ഒളിത്താവളങ്ങൾ പരിശോധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു. അതും നടപ്പിലായിട്ടില്ല. അങ്ങനെ നമ്മൾ സമരം നടത്തി. അതിനെ തുടർന്ന് അമ്മമാരുടെ പ്രതിഷേധമുണ്ടാകും. കാരണം UDFന്റെ സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ പറഞ്ഞത് ബലാത്സംഗം എന്ന് പറയുന്നത് വ്യക്തിപരമാണ് എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ആ വാക്കിനർത്ഥം എന്താണ്? ഒരു വ്യക്തിക്ക് താല്പര്യമുള്ള സമയത്ത് താല്പര്യമുള്ള ഒരാളെ ബലാത്സംഗം ചെയ്യാമെന്നാണോ ആ വാക്കിന്റെ അർത്ഥം? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കേരളമാണ്. ഈ സാംസ്കാരിക കേരളത്തിൽ അമ്മമാരെ വെല്ലുവിളിച്ചാൽ, സ്ത്രീകളെ വെല്ലുവിളിച്ചാൽ, സ്ത്രീകളോട് മോശമായി വ്യവഹരിച്ചാൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകും എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഇപ്പോ ഈ വേദിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ചിന്തകളുമാണ് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള എനിക്കുള്ള മുതൽക്കൂട്ട്. അതുകൊണ്ട് നാളെ മുതൽ ഓരോ ദിവസവും പ്രാർത്ഥിക്കുക, ശോഭ ജയിക്കണേ, ശോഭ ജയിക്കണേ, ശോഭ ജയിക്കണേ, ശോഭ ജയിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഒപ്പം
ആര് തീരുമാനിക്കാനുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കണം. കേരളം ഭരിക്കുക എന്നുള്ള തീരുമാനം നിങ്ങൾ തീരുമാനിക്കണം. അത്രേ കൊണ്ട്. താങ്ക് യു. ഞാൻ ഈ റോഡിൽ നടത്തുന്ന നിങ്ങളുടെ മുന്നിലുള്ള സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് നിങ്ങളുടെ ശോഭ ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ദിവസവും 30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് എന്നെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു MLA ആയിരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഞാൻ